ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. സാന്താക്ലോസും ഉണ്ണീശോയും അതുപോലെ പുൽക്കൂടും പുൽക്കൂട്. നക്ഷത്രങ്ങളും ഒക്കെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ലോകം മുഴുവനുമുള്ള ഒരു വലിയ ആഘോഷം തന്നെയാണ്. ക്രിസ്മസിൻ്റെ കാലത്ത് നക്ഷത്രങ്ങൾ ഏറെ പ്രധാനം ഉള്ള ഒരു സംഭവം തന്നെയാണ്. രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നത് നിരവധി ചിന്തകളാണ്. വീടുകളും നഗരങ്ങളും നക്ഷത്രങ്ങളാൽ അലങ്കൃതമാകുമ്പോൾ നക്ഷത്രങ്ങൾ ക്രിസ്മസിന് നൽകുന്ന സന്ദേശം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്ന ഫാദർ പ്രിൻസ് ജോസഫ് വെട്ടുകാട്ടിൽ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ നമസ്കാരമുണ്ട്. നമ്മൾ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാട്ടിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്രിസ്മസിൻ്റെ ആ ഒരു ആഘോഷത്തിലേക്ക് പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും നമുക്ക് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് നക്ഷത്രം എന്ന് പറയുന്നത്. എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസിന് ഈ നക്ഷത്രം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? എന്താണ് ഇതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? നക്ഷത്രം തൂക്കിക്കൊണ്ടാണ് നമ്മൾ അത് തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്രിസ്മസ് സീസണിന്റെ വരവിനെയാണ് ഈ ഒരു ക്രിസ്മസിന്റെ നക്ഷത്രം ആദ്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ്. അതായത് കുടുംബത്തിന്റെ സന്തോഷം വർദ്ധിപ്പിക്കുകയാണ് ഓരോ നക്ഷത്രങ്ങളും. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്രം ഉണ്ടാക്കുന്നത് ഒരു 3-4 ദിവസത്തെ ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. ഇപ്പൊ ഇന്നത്തെ പോലെ നിയോൺ ലൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ LED ലൈറ്റുകൾ കൊണ്ടോ ഒന്നുമല്ല ഒരു നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത്. മറിച്ച് നമ്മൾ ചെറിയ വർണ്ണക്കടലാസ് എടുത്ത് മുളയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് അതിന് മുകളിലെ വർണ്ണക്കടലാസ് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളില് ചിരട്ടയ്ക്ക് അകത്ത് ഒരു ചെറിയ തിരിയൊക്കെ തെളിച്ചു വെച്ചിട്ടാണ് നമ്മൾ നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരും മുതിർന്നവരും അതോടൊപ്പം തന്നെ കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ആ ഒരു നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയാണ് നക്ഷത്രം ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയാം പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് മാർക്കറ്റിൽ വിപണിയിൽ നമുക്ക് ലഭ്യമാണ്. നിയോൺ ലൈറ്റ് കൊണ്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഉള്ള നക്ഷത്രം എന്ന് പറയുന്നത് നിയോൺ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ LED ലൈറ്റുകൾ കൊണ്ടുള്ളതുണ്ട്. അപ്പം പല നിറത്തിലും ആകൃതിയിലുമുള്ള നക്ഷത്രങ്ങൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും അതിന്റെ ആകൃതി കണ്ടു കഴിഞ്ഞാൽ ഇത് നക്ഷത്രമാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. ഇതാണോ നക്ഷത്രം എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു നക്ഷത്രമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നക്ഷത്രം എന്ന് പറയുന്നത് അത് ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലോ പള്ളികളിലോ മാത്രമല്ല നമ്മൾ തൂക്കുന്നത്. മറിച്ച് ഇന്ന് നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ വീടുകളിൽ നക്ഷത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു സാംസ്കാരിക ഐക്യം, ഒരു കൾച്ചറൽ യൂണിറ്റ് ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ഒരു മതത്തിന്റെ ഒരു ഐക്യം തന്നെ കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു നക്ഷത്രത്തിന് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ നക്ഷത്രം എന്ന് പറയുന്നത് സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും നമ്മളെ നയിക്കുന്നു. ഒരു സിമ്പിൾ ഓഫ് ട്രൂത്ത് ആൻഡ് ലൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനികൾക്ക് വഴികാട്ടിയായി, അതായത് ക്രിസ്തുവിലേക്ക് എത്താനായിട്ട് ആ പുൽക്കൂട്ടിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് അവരെ രക്ഷിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് മുമ്പിൽ പല തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു പഴഞ്ചൊല്ലറിയാം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. അപ്പൊ നക്ഷത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഭയങ്കര തിളക്കമുള്ളതാണ്. മുരുകൻ കട്ടാക്കരയുടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസിദ്ധനായിട്ടുള്ള ആ ഒരു കവിയുടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ തിളക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാപത്തിലേക്കും അതോടൊപ്പം തന്നെ തിന്മയിലേക്കും നമ്മളെ നയിക്കാറുണ്ട് പലപ്പോഴും. അത് നമ്മളെ ആകർഷിക്കുകയാണ്, തിളക്കം നമ്മളെ ആകർഷിക്കുകയാണ്. അപ്പം ഇവിടെ കവി ഉപമിക്കുന്നത് മിഠായി ഭരണിയില് ഒരു മിഠായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വർണ്ണക്കടലാസിനോടാണ്. അപ്പൊ അത് നമ്മളെ ആകർഷിക്കുകയാണ്, അതിന്റെ ഒരു തിളക്കം നമ്മളെ ആകർഷിക്കുന്നു. അപ്പം എല്ലാ തിളക്കങ്ങളും തീർച്ചയായിട്ടും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ നക്ഷത്രം എന്ന് പറയുന്ന ആ ഒരു തിളക്കം തീർച്ചയായിട്ടും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് ഇതിനെ ചേർത്ത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ ഇപ്പം ഡ്രഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. അപ്പം ഇതൊക്കെ ഭയങ്കര തിളക്കമുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പുറകെ അവർ പോകുന്നു. പക്ഷേ അതൊന്നും അവർ രക്ഷിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നക്ഷത്രം രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതാണ് യഥാർത്ഥ നക്ഷത്രം, എന്റെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പിന്തുടരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. അപ്പം ഏറ്റവും അവസാനമായിട്ട് നാലാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്
നക്ഷത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ പ്രകാശമായിട്ട് മാറിയാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപമെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു പ്രകാശം വന്നു. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സാമീപ്യം കൊണ്ടും എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നക്ഷത്രമായിട്ട് മാറാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ പള്ളികളുടെ മുമ്പിലൊക്കെ വെറുതെ നമ്മളൊരു നക്ഷത്രം ഇങ്ങനെ തൂക്കിയിട്ട് അതിന്റെ മനോഹാരിത നമ്മളിങ്ങനെ ആസ്വദിച്ചാൽ മാത്രം പോരാ, മറിച്ച് അതുപോലെ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും നമുക്കും ഓരോരുത്തർക്കും സാധിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ അവസാനമായിട്ട് പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ് എന്നെ നയിക്കാൻ സാധിക്കുന്ന നല്ല നക്ഷത്രം എന്ന് കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് കൂടി വന്നിരിക്കുകയാണ്. അപ്പം അത് കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടി നേരുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദി അച്ഛാ. ഫാദർ പ്രിൻസ് ജോസഫ് വെട്ടുകാട്ടിൽ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്നത്. ശരിക്കും നമുക്കറിയാം, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് നൽകുന്നത്. വളരെ നന്ദി അച്ഛാ.